സെക്ഷൻ 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്ഷൻ 2, ഹൗ ഡിഡ് സുനിൽ ബിഗിൻ പ്ലേയിങ് ക്രിക്കറ്റ്? ഹൂ ഹെൽപ് ടു ഡെവലപ്പ് ഹിസ് ടാലൻറ്റ് ആസ് എ ക്രിക്കറ്റർ? സുനിൽ ക്രിക്കറ്റിലേക്ക് വരാനുള്ള, ക്രിക്കറ്റ് എന്ന കരിയറിലേക്ക് വരാൻ സ്റ്റാർട്ടായത്, അല്ലെങ്കിൽ ഹൂ ഹെൽപ്പ്, ആരാണ് സുനിലിനെ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത് ആരാണ്? അവൻ്റെ ടാലൻറ്റിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരാണ് അവനെ ഹെൽപ്പ് ചെയ്തത്, എന്താണ് അവനെ ഇൻസ്പയർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. My most vivid recollection of my childhood cricket playing days is the time I almost broke my mother's nose. She used to bowl to me in the small gallery of our house where we played our daily match with a tennis ball. Since the area was small, she would kneel to bowl or rather lob the ball to me. I hit one straight back and caught her bang on the nose, which started bleeding. Although it was a tennis ball, the distance between the two of us was very short, which accounts for the force with which the ball hit her. I was frightened, but she shrugged it off, washed her face, and as the bleeding stopped, we continued the game, but for the rest of the day, it was only forward defense for me. I restrained myself and played no attacking shot. ഇവിടെ സുനിൽ ഗവാസ്കറിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഏറ്റവും കൂടുതൽ സുനിൽ ഗവാസ്കർ ഓർത്തെടുക്കുന്ന, അല്ലെങ്കിൽ വൺ ഓഫ് ദ മെമ്മറീസ് വിച്ച് ഈ ഓൾവേസ് റിമെമ്പർ, അവന് ഏറ്റവും കൂടുതൽ അവൻ്റെ ഓർമ്മയിൽ വരുന്ന, അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഡേ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ ദിവസം? അവൻ്റെ അമ്മയുടെ നോസ്, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അമ്മ ആയിരുന്നു അവന് ബൗൾ ചെയ്തിരുന്നത്. ആ സമയത്ത് അവൻ അമ്മയുടെ നോസ് ഹിറ്റ് ചെയ്തിരുന്നു. നോസിലേക്ക് ബോൾ തട്ടി അമ്മയുടെ നോസിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അത് അവനെ അവനെ ഭയപ്പെടുത്തി. അത് വല്ലാതൊരു, അമ്മയുടെ നോസിൽ നിന്ന് ബ്ലീഡിങ് കണ്ടപ്പോൾ അവന് വല്ലാതൊരു എഫ്രൈഡ്, പേടിച്ചു പോയി അവൻ. അതിനുശേഷം അവൻ ഒരിക്കൽ പോലും അതുപോലൊരു ഷോട്ട് ത്രോ ചെയ്തിട്ടില്ല. ഓക്കെ, അവന് കളിച്ചിരുന്നത് അതുപോലെ തന്നെ ടെന്നീസ് ബോളിലായിരുന്നു. അവൻ്റെ അമ്മ ആയിരുന്നു അവനെ അവർ വീട്ടിൽ ഡെയിലി മാച്ച് ചെയ്യും. അവരുടെ വീടിൻ്റെ തന്നെ പുറത്ത് അവർ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഗാലറി, അവരുടെ സ്ഥലത്ത് ഡെയിലി ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നിരുന്നു. അവനും അവൻ്റെ അമ്മയും മാത്രമായിരുന്നു. ഓക്കെ, അമ്മയാണ് അവനെ ബൗൾ ചെയ്തിരുന്നത്. ആ സമയത്താണ് അമ്മയുടെ നോസിലേക്ക് ബോൾ ഹിറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് ആവാൻ തുടങ്ങിയത്. ഓക്കെ, പക്ഷേ അവൻ പേടിച്ചതുപോലെ അമ്മ അത് കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട്, അമ്മ കാര്യമായിട്ട് എടുത്തിട്ട്, കാരണം കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് കുസൃതി ചെയ്താലും നമ്മുടെ പാരൻസ് അത് കാര്യമായിട്ട് എടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ സുനിൽ ഗവാസ്കറിൻ്റെ അമ്മയും അത് സുനിലിൻ്റെ ആ കുട്ടിക്കാലത്തെ ഒരു കുസൃതി, ഓക്കെ, അത് കാര്യമായി എടുത്തില്ല. അതിനുശേഷം അവൻ ഒരിക്കൽ പോലും അതുപോലൊരു ഷോട്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Cricket, to use a cliché, is in my blood. My father was a good club cricketer in his days and a keen student of the game. Even now, we have interesting discussions on various aspects of the game, and I have found his advice invaluable in the development of my career. And as I have already said, I have had the privilege of having a cricketing mother who helped me to take the first steps in the game. I have come to love my uncle Madhav Mantri, who played for India in 4 official tests, though not very successfully, was a force to reckon with in first-class games. Whenever I went to my uncle's house, my favorite pastime
used to be to take out his pullovers and caress them with a sense of longing. I was so attracted by the India Test pullovers that once I even dared to ask him if I could take one. Since I had so many, my uncle told me that one has to sweat and earn the India colors, and I too should work hard to earn the distinction. That is a lesson I have never forgotten. Looking back, I'm glad that my uncle did not succumb to my childish fancy and instead taught me that there was no shortcut to the top. I was also fascinated by the many souvenirs he had and the large number of trophies he had won. What I liked most was the stamp bearing the autographs for the 1952 India and England teams, and I loved to linger over the autograph of every player. Okay. അപ്പോൾ ഇവിടെ സുനിൽ ഗവാസ്കർ പറയാണ് ക്രിക്കറ്റ് എന്നുള്ളത് അവൻ്റെ രക്തത്തിലൂടെ ഉള്ളതാണ് എന്ന് വെച്ചാൽ അവൻ്റെ ഫാദറും നല്ലൊരു ക്രിക്കറ്റർ ആയിരുന്നു, അത് അവൻ്റെ രക്തത്തിൽ ഉള്ളതാണെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. ഓക്കെ. ഹിസ് ഡേയ്സ് ആൻഡ് കീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഗെയിം. അവൻ്റെ ഫാദറും സുനിൽ ഗവാസ്കറിൻ്റെ ഫാദർ ഒരു നല്ലൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു, അതേപോലെ നല്ലൊരു ഗെയിമിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച ഒരാളായിരുന്നു. ഓക്കെ. എല്ലാം നല്ല പോലെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് വളരെ അധികമായിരുന്നു അവൻ്റെ ഫാദർക്കും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുനിലും അവൻ്റെ ഫാദറും ഗെയിംസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരുന്നു. പിന്നെ അവന് അഡ്വൈസ് നൽകിയിരുന്നു. ഫാദർ എല്ലാവർക്കും ഒരു അഡ്വൈസ് തരുമല്ലോ, അതുപോലെ ഫാദർ ആർക്കും അഡ്വൈസ് കൊടുത്തിരുന്നു. ഇവിടെ ഫാദറുടെ അഡ്വൈസ് എൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിച്ചിരുന്നു. ആരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ? സുനിൽ ഗവാസ്കറുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ, ക്രിക്കറ്റിലുള്ള കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ നല്ലോണം നല്ല ഫാദറിൻ്റെ അഡ്വൈസും ഇൻസ്പിറേഷനും ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? സുനിലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് സുനിൽ പറയാൻ കാരണം ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയാൻ കാരണം. അവൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, മാധവ് മന്ത്രി എന്നാണ് അങ്കിളിൻ്റെ പേര്. അതേപോലെ ഇവിടെ അവൻ്റെ അമ്മയാണ് കൂടുതലും ക്രിക്കറ്റിലേക്ക് ഇൻസ്പയർ ചെയ്തത്. അത് നമുക്ക് സുനിൽ ഗവാസ്കറിൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് മനസ്സിലാവാം. അവൻ്റെ അമ്മയായിരുന്നു അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗെയിമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അവൻ്റെ അമ്മയായിരുന്നു അവനെ ഈ ക്രിക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അതുപോലെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് അമ്മയായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അവൻ്റെ ക്രിക്കറ്റിലുള്ള കരിയർ ബിൽഡപ്പ് ചെയ്യാൻ അമ്മയുടെ സഹായവും കൂടുതൽ ഉണ്ടായിരുന്നു. ഓക്കെ. സോ അതേപോലെ ഇവിടെ അങ്കിൾ മാധവ് മന്ത്രി പറഞ്ഞു. മാധവ് മന്ത്രി ഇന്ത്യ who played for India in 4 official ടെസ്റ്റ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ടെസ്റ്റിൽ 4 പ്രാവശ്യം കളിച്ചിരുന്നു. പക്ഷേ വലിയ സക്സസ് ആയിരുന്നെങ്കിലും പോലും പക്ഷേ ഈ അങ്കിള് ഗെയിംസിലൊക്കെ ഭയങ്കരത്തിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഫാമിലി മൊത്തം ഒരു ക്രിക്കറ്റിനോടുള്ള താല്പര്യത്തിൽ, ക്രിക്കറ്റിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു, ഫാദർ ആണെങ്കിലും അങ്കിൾ ആണെങ്കിലും. ഓക്കെ. അതേപോലെ വെനെവർ ഈ സുനിൽ ഗവാസ്കർ ഫ്രീ ഉള്ള സമയത്തൊക്കെ അങ്കിളുടെ വീട്ടിൽ പോയിട്ട് അങ്കിളുടെ പുള്ളോവേഴ്സ് ഇട്ട് നോക്കാറുണ്ട്. പുള്ളോവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ആക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് യൂസ് ആക്കുന്ന ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, പുള്ളോവേഴ്സ്. ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഡ്രസ്സാണ് പുള്ളോവേഴ്സ് എന്ന് പറയുന്നത്. used to take out his pullovers and carries them with a sense of longing. I was so attracted by the India Test pullovers and then was dark to use them if I could not take one since he had so many. അങ്കിളിൻ്റെ കയ്യിൽ അങ്കിൾ ഒരുപാട് 4 പ്രാവശ്യം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ചിരുന്നു. അതേപോലെ ഈ പുള്ളോവേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു അങ്കിളിൻ്റെ കയ്യിൽ. ആർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ പുള്ളോവേഴ്സ് വേണമെന്ന്? സുനിലിന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ഇതുപോലുള്ള പുള്ളോവേഴ്സ് വേണമെന്ന്. പക്ഷേ ആര് പറഞ്ഞു? അങ്കിൾ പറഞ്ഞത് എന്താണ്? നമ്മൾ വിയർത്താലേ നമുക്ക് എന്താക്കാൻ പറ്റും? ഉയരത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ എന്ത് നേടണമെങ്കിലും, അത് ക്രിക്കറ്റിൽ നിന്ന് മാത്രമല്ല, നമ്മൾ എന്ത് നേടണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? വിയർത്താൽ. എന്ന് വെച്ചാൽ
കഷ്ടപ്പെടാതെ ഒന്നും സാധിക്കില്ല. ഓക്കെ, ഷോർട്ട് കട്ട് ഇവിടെ പറയുന്നത് എന്ത്, ഒരു ഷോർട്ട് കട്ടും ഇല്ല. ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ആര് അഡ്വൈസ് കൊടുത്തത്? അങ്കിൾ. അത് ഇന്ന് വരെ ആ ഒരു വേർഡ്സ്, ആ ഒരു അഡ്വൈസ് ആരും മറന്നില്ല, സുനിൽ മറന്നില്ല. അവൻ്റെ ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു ആ അങ്കിളിൻ്റെ ഈ അഡ്വൈസ് ഒക്കെ അവന് നല്ല ഹെൽപ്ഫുൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു ക്രിക്കറ്റർ ആവാൻ സാധിച്ചത്. ഓക്കെ, അതായിരുന്നു അവൻ്റെ അങ്കിളിൽ നിന്ന് പഠിച്ച പാഠം. ഓക്കെ, is also fascinated by many souvenirs and large number of trophies he had won. അങ്കിളിന് കിട്ടിയ ഒരുപാട് ട്രോഫീസ് ഒക്കെ കണ്ടിട്ട് ആർക്ക്, സുനിൽ ഗവാസ്കറിന് ഭയങ്കര അതിനോടുള്ള താല്പര്യം. നമുക്ക് ഒരു കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് സക്സസ് ആയിട്ട് കിട്ടുന്ന ഓരോ ഇതും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്കിളുടെ പുള്ളോവേഴ്സ് ആണെങ്കിലും ട്രോഫീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അട്രാക്ട് ചെയ്തു? സുനിലിനെ അട്രാക്ട് ചെയ്തു. എനിക്കും അത് നേടണം. അപ്പോൾ ഈ അങ്കിൾ എന്താണ് പറഞ്ഞത്? ആ സമയത്ത് അങ്കിൾ പറഞ്ഞു കൊടുത്ത ഒരു അഡ്വൈസ് ആണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? സക്സസ് ഉണ്ടാവും, അതേപോലെ ടോപ്പിലേക്ക് എത്താൻ പറ്റും. അതാണ് ഇവിടെ ഈ പാരഗ്രാഫിലൂടെ പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് പാര. Right from the beginning, I wanted to become a batsman and I hated losing my wicket. This became such an obsession with me that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball. This would bring the game to an abrupt end since nobody else had a ball or bat. The boys cursed and called me names. But the tension did not last long and we generally got on very well. Among these early comrades with whom I played were the Ambaye brothers, the Mandraker brothers and several others who made up our team. Whenever I batted, they would decide beforehand that they would appeal at a particular ball and whether I was out or not. I had to go by the majority verdict. We often played matches against teams made up of boys living in the neighboring building, and there was tremendous interest in the trophies, as we called them. These trophies were small, white metal cups for which we all contributed and bought for as little as Rs 1.50. ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? സുനിൽ ഗവാസ്കറും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഡെയിലി മാച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് സുനിൽ ഒരിക്കലും വിക്കറ്റ് നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും വിക്കറ്റ് ലോസ് ചെയ്യുന്നത് ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ സുനിലിനും വിക്കറ്റ് ലോസ് ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സുനിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു. വിക്കറ്റ് ലോസ് ആയാൽ പോലും സുനിൽ അത് വിസമ്മതിച്ചു. ഓക്കെ, സമ്മതിക്കാൻ സുനിലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് സുനിൽ അവരോട് ഫൈറ്റ് ചെയ്തിരുന്നു. ബാറ്റും ബോളൊക്കെ സുനിലാണ് സ്പോൺസർ ചെയ്തിരുന്നത്. സുനിലിൻ്റെതാണ് ബാറ്റും ബോളൊക്കെ കളിക്കുന്ന സമയത്ത്. ആ സമയത്ത് സുനിലിൻ്റെ വിക്കറ്റ് പോയാൽ അവന് ബാറ്റും ബോളും എടുത്ത് വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഓഫ് ദം മറ്റുള്ളവരൊക്കെ സുനിലിനെ ഒരുപാട് വിളിച്ചിട്ട് ലാസ്റ്റ് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം വീണ്ടും കളിക്കാൻ തുടങ്ങും. ഓക്കെ, ആ സമയത്ത് ബോളും ബാറ്റും ഉണ്ടായിരുന്നത് ഈ സുനിലിൻ്റെ കയ്യിലായതുകൊണ്ട് അവർക്ക് സുനിൽ ഔട്ടായാൽ പോലും അത് നോക്കി നിന്ന് അവന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കേണ്ടത് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെയ്ബറിങ് സ്ട്രീറ്റിലുള്ള നെയ്ബറിങ് ആയിട്ടുള്ള മറ്റും ഇപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള കുറച്ച് ഫ്രണ്ട്സും പിന്നൊരു ഏരിയയിലുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് മാച്ചസ് ഉണ്ടായിരുന്നു. ആ മാച്ചസിൻ്റെ സമയത്ത് അവരെല്ലാവരും ഒന്നിച്ച് കുറച്ച് ഒരു എമൗണ്ട് കളക്ട് ചെയ്യും. എല്ലാവരും ഒന്നിച്ചു കൂടി ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ട്രോഫീസ് വാങ്ങും. ആ ട്രോഫീസ് മാച്ച് കഴിഞ്ഞതിന് ശേഷം വിൻ ചെയ്യുന്നവർക്ക് കൊടുത്തിരുന്നു.
അതായിരുന്നു. ഇത് അവൻ്റെ ഒരു ക്രിക്കറ്റിനോടുള്ള താല്പര്യം എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വിക്കറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല സുനിൽ, അതുപോലെ തന്നെ അവന് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സുനിൽ ഗവാസ്കർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി അവന് ഹെൽപ്പ് ചെയ്തത് അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അവൻ്റെ അമ്മയായിരുന്നു കൂടുതൽ ഇൻസ്പയർ ചെയ്തത് അവനെ. അതുപോലെ തന്നെ ഫാദർ നല്ല അഡ്വൈസ് നൽകിയിരുന്നു. ഫാദറും ഒരു നല്ല ക്രിക്കറ്റർ ആയിരുന്നു. അതുപോലെ അങ്കിളിൻ്റെ പുള്ളോവേഴ്സും അതുപോലെ ട്രോഫീസൊക്കെ കണ്ടിട്ട് കൂടുതൽ അട്രാക്ഷനും ഇൻസ്പിറേഷനും സുനിലിന് കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് സുനിൽ ഗവാസ്കർ ഒരു ക്രിക്കറ്റർ ആവാൻ സുനിൽ ഗവാസ്കറിന് സാധിച്ചത്. ഓക്കെ.